നമസ്കാരം. അങ്ങനെ ഒരു മാസത്തെ ലീവൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാനിന്ന് തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ നാളെ വെളുപ്പിന് 4:20 എനിക്ക് ഫ്ലൈറ്റ് ഉള്ളത് കോഴിക്കോട് നിന്നാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് അബുദാബിയിലേക്കാണ് ഞാൻ പോകുന്നത്. പിന്നെ അബുദാബിയിൽ നിന്ന് അവിടുന്ന് ബസ്സും മെട്രോയും കയറിയിട്ട് നമുക്ക് റൂമിലെത്തണം. അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ സമയം രാത്രി 9 മണിയായി. അപ്പോൾ നമ്മളിതാ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഒരു മാസത്തെ വെക്കേഷന് ശേഷം തിരിച്ച് ദുബായിലേക്ക് പോവുകയാണ്. അപ്പോൾ കോഴിക്കോട് നിന്ന് അബുദാബി വരെയുള്ള കാഴ്ചയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ പോകുന്ന കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം ഫുൾ ഇരുട്ടാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും കാണാനൊന്നും കഴിയില്ല. ടൗൺ ഭാഗങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നേരെ പോകുന്നത് മലപ്പുറം പെരിന്തൽമണ്ണ പാലക്കാട് ഭാഗത്തേക്ക്. എയർപോർട്ട് ജംഗ്ഷൻ.
അകത്ത് കയറി ചെക്കിനും എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗേറ്റിൻ്റെ മുമ്പിൽ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഗേറ്റിൻ്റെ ഭാഗത്തുള്ള കാഴ്ചകൾ എങ്ങനെയാണ്. ഇവിടെ ഒരു ഡ്യൂട്ടി ഫ്രീ ഷോപ്പും അതുപോലെ തന്നെ പെർഫ്യൂം, അതുപോലെ കഫേ, ഫാർമസി, അങ്ങനെ ഒരുപാട് ഷോപ്സൊക്കെ ഉണ്ട്. അപ്പം എല്ലാം പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. 12:20 എൻ്റെ ചെക്ക് ഇൻ. ഇപ്പോൾ സമയം 12:48. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് വരുന്നത് പുലർച്ചെ 4:20 അപ്പോൾ എത്തിയാദ് എയർലൈൻസിനാണ് ഞാൻ ഇത്തവണ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായാണ് എത്തിയാദ് എയർലൈൻസിൽ ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങോട്ട് വന്നത് ശ്രീലങ്കൻ എയർവേസ് ആയിരുന്നു. അതും ഫസ്റ്റ് ടൈം തന്നെയാണ് ശ്രീലങ്കൻ എയർവേസിൽ ട്രാവൽ ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ എത്തിയാദ് എയർലൈൻസിലും ട്രാവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇപ്പോൾ സമയം 12:49. അപ്പോൾ നമുക്ക് 3 മണിക്കാണ് നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിലവിൽ ഇവിടെ അങ്ങനെ ക്രൗഡോ കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു എയർപോർട്ടിലാകെ 3 ഗേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. 3 ഗേറ്റാണ് ഈ ഒരു എയർപോർട്ടിൽ വരുന്നത്. അപ്പോൾ മുമ്പൊക്കെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്ന ഒരു എയർപോർട്ടായിരുന്നു കോഴിക്കോട് എയർപോർട്ട്. ഞാൻ കുറ്റം പറയല്ല, ഉള്ളതുപോലെ പറയാണ്. മുമ്പ് ഒരുപാട് ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്ന ഒരു എയർപോർട്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അധികം ഫ്ലൈറ്റുകൾ തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവും, ഗൾഫ് എയർ കോഴിക്കോട് നിന്നും വിട പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഗൾഫ് എയർ ആണോ ഒമാൻ എയർ ആണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഒരു ഫ്ലൈറ്റ്, അതും ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്ലൈറ്റ് കോഴിക്കോടേക്കുള്ള സർവീസ് നിർത്തി എന്ന് മറ്റുള്ളൊരു ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ മുമ്പൊക്കെ ഇഷ്ടംപോലെ ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചുരുക്കം ഫ്ലൈറ്റുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ആദ്യമൊക്കെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇവിടെ വരുന്ന സമയത്ത് ഇഷ്ടംപോലെ എമിറേറ്റ്സിൻ്റെ ആയാലും ഖത്തർ എയർവേസിൻ്റെ ആയാലും ഒരുപാട് ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നു. ഞാൻ പ്രീമിയം ഫ്ലൈറ്റിൻ്റെ മാത്രമല്ല, മൊത്തത്തിലാണ് പറയുന്നത്. അന്നൊക്കെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ചുരുക്കം ഫ്ലൈറ്റുകളാണ് ഇവിടുന്ന് സർവീസ് നടത്തുന്നത്. അപ്പോൾ ഞാനധികം അങ്ങനെ പറയുന്നില്ല. നമുക്ക് ഇവിടെ ഇനി ഒരു 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ 3 മണിക്കാണ് നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ്. ഇപ്പോൾ എന്തായാലും ബോർഡിങ് തുടങ്ങട്ടെ. ഓക്കെ, ബോർഡിങ് തുടങ്ങി നമുക്ക് ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാം. അപ്പോൾ നമ്മുടെ ബോർഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ഇനി ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. അപ്പോൾ ഫ്ലൈറ്റ് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ബ്രിഡ്ജ് വഴി അകത്തേക്ക് കയറുകയാണ്. അവിടുത്തെ ഖത്തർ എയർവേസ് ഉണ്ട്. ഖത്തർ എയർവേസ്, എയർ ഇന്ത്യ എക്സ്പ്രസ്, അതൊക്കെ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഫ്ലൈറ്റിലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഒരു വിൻഡോ സീറ്റ് തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ
ചിറകിൻ്റെ ഭാഗത്തായിട്ട് തന്നെയാണ് സീറ്റ് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ട്രേ ടേബിളുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിലും കാണുന്ന പോലെ തന്നെ സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ലെഗ് സ്പേസ് ആണ് കേട്ടോ. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. 3x3 ആണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് ലേ ഔട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തൊട്ട് മുമ്പിലുള്ളത് എമർജൻസി എക്സിറ്റ് ആണ്. ഇവിടെ ഇപ്പോൾ ഒരു ഖത്തർ എയർവേസ് ഉണ്ടായിരുന്നു, അത് പുഷ് ബാക്ക് ചെയ്ത് പോയി. അതുപോലെ തന്നെ അവിടെ USB ചാർജിങ് പോർട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ ഒരു പില്ലോ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പില്ലോ അതുപോലെ തന്നെ ബ്ലാങ്കറ്റൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ കാലിക്കറ്റ് എന്ന് ഹിന്ദിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ടാക്സി വേന്ന് റൺവേയിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. നമ്മുടെ തൊട്ടപ്പുറത്തായിട്ട് എയർ അറേബ്യയും കൂടി പുഷ് ബാക്ക് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് എയർ ഇന്ത്യ എക്സ്പ്രസ് ഉണ്ട്.
ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിഞ്ഞു കേട്ടോ. ഭക്ഷണം കുഴപ്പമൊന്നുമില്ല, നല്ല ഫുഡ് തന്നെയാണ്. നമുക്ക് വന്നത് നമ്മുടെ സേമിയ ഉപ്മാവില്ലേ, സേമിയ ഉപ്മാവും അതുപോലെ തന്നെ ഇഡ്ഡലിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ബ്രെഡിൻ്റെ ഒരു പീസ് കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ
പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ നഗരത്തിനോട് ചേർന്നിട്ട് നമുക്ക് ലേക്കൊക്കെ കാണാൻ കഴിയും. അബുദാബി നഗരത്തിൻ്റെ ആകാശ കാഴ്ചകൾ. ലേക്കിൻ്റെ മുകളിൽ കൂടിയാണ് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നേരെയാണ് സൂര്യപ്രകാശം അടിക്കുന്നത് കേട്ടോ. ചെയ്യാൻ വേണ്ടി പോവാണ്.
അങ്ങനെ നമ്മൾ സേഫായിട്ട് ലാൻഡ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് റൺവേയിൽ നിന്നും ടാക്സി വേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സേഫായിട്ട് നമ്മൾ ലാൻഡ് ആയിരിക്കുകയാണ്. അബുദാബി എയർപോർട്ടിൻ്റെ കാഴ്ചയാണ്. അതുപോലെ ആ ഭാഗത്തായിട്ട് വേറൊരു എത്തിഹാദ് എയർലൈൻസിനെയും നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മളതാ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഫ്ലൈറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി നേരെ എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ലഗേജ് എടുത്ത് നേരെ പുറത്തേക്ക്. സേഫായിട്ട് അബുദാബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സമയം 6:43 കേട്ടോ. അപ്പോൾ ഓൺ ടൈമിന് തന്നെ വണ്ടി ഇവിടെ ലാൻഡായി. ഇനി നമ്മൾ അറൈവൽസിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കും ബാഗേജൊക്കെ എടുക്കണം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് പുറത്തിറങ്ങി സെക്യൂരിറ്റി ചെക്കും എമിഗ്രേഷനും ഒക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ നമ്മളെ ലഗേജ് വരുന്ന ഭാഗത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ ആയി നമ്മളിങ്ങനെ ബാഗിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. നിലവിൽ എത്രയേ വന്നിട്ടുള്ളൂ. ആ ഭാഗത്തൊക്കെ എംപ്റ്റിയാണ്. ഇതൊരു വേറെ വേഗമൊന്നും വന്നിട്ടില്ല. ഇതൊക്കെ നമ്മുടെ ഫ്ലൈറ്റിൽ വന്ന ആൾക്കാരാണ്. ഇവിടെയൊക്കെ ഇമിഗ്രേഷൻ ആയാലും സെക്യൂരിറ്റി ചെക്ക് ആയാലും ടപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കോഴിക്കോട് എയർപോർട്ടിലൊക്കെ ഇമിഗ്രേഷൻ സ്റ്റാമ്പിംഗ് ആണല്ലോ. ഇവിടെ നിന്നും സ്റ്റാമ്പിംഗ് അല്ല, സ്റ്റാമ്പിംഗ് ഒക്കെ നിർത്തിയിട്ട് ഒരുപാട് വർഷമായി. ഇവിടെയൊക്കെ ഇപ്പോൾ ഇ ഗേറ്റാണ്. ജസ്റ്റ് ആ ക്യാമറയിൽ നമ്മുടെ ഫേസ് ഒന്ന് കാണിക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാസ്പോർട്ട് ആ സ്കാനറിൻ്റെ മുകളിൽ വയ്ക്കുക, ഗേറ്റ് തുറന്നു, പെട്ടെന്ന് തന്നെ പരിപാടി കഴിഞ്ഞു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും സ്റ്റാമ്പിങ് തന്നെയാണ്. അതിപ്പോൾ കൊച്ചി എയർപോർട്ടായാലും പിന്നെ നമ്മുടെ കോഴിക്കോട് എയർപോർട്ടൊക്കെ ആയാലും
ഇപ്പോഴും സ്റ്റാമ്പിങ് പരിപാടി തന്നെയാണ് കേട്ടോ. സീലടി തന്നെയാണ് ഇപ്പോഴും പാസ്പോർട്ടിലുള്ളത്. ഇതാണ് അറൈവലിൻ്റെ ഒരു ഭാഗമാണിത്. നമ്മളെ ലഗേജ് ഒന്നും വരുന്നില്ലല്ലോ, ഒന്ന് വരുമോ? ഏകദേശം ഒരു 10 മിനിറ്റായി നമ്മളിവിടെ തന്നെ നിൽക്കാൻ തുടങ്ങിയിട്ട്. ഈ വന്ന ബാഗ് തന്നെയാണ് തിരിച്ചും റൗണ്ട് അടിച്ച് വരുന്നത് കേട്ടോ. വേറെ ബാഗൊന്നും ഇതുവരെ വന്നിട്ടില്ല. വന്ന ബാഗ് തന്നെയാണ് തിരിച്ചും റൗണ്ട് അടിച്ച് വരുന്നത്. അങ്ങനെ കോഴിക്കോട് നിന്ന് തുടങ്ങിയ ഈ ഒരു നീണ്ട യാത്ര അബുദാബി എയർപോർട്ടിൽ എത്തിയ സ്ഥിതിക്ക് ഇവിടുന്ന് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത് അവിടെ വെച്ച് തന്നെ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ യാത്ര തുടങ്ങിയതും അബുദാബി എയർപോർട്ട്, ഈ യാത്ര വന്ന് അവസാനിച്ചതും അബുദാബി എയർപോർട്ട്. അപ്പോൾ ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ലഗേജൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നോളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇബൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷനിലേക്കുള്ള ബസ് നോക്കണം. അപ്പോൾ ബസ് കയറിയിട്ട് വേണം നമുക്കിനി നേരെ ഇബൻ ബത്തൂത്ത മെട്രോ സ്റ്റേഷനിലേക്ക് പോകാൻ. ഇനി അവിടുന്ന് മെട്രോ കയറിയിട്ട് വേണം നമുക്ക് റൂമിലേക്ക് എത്താൻ. അപ്പോൾ കോഴിക്കോട് നിന്ന് തുടങ്ങിയ ഈ ഒരു ദീർഘമായ യാത്ര ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ദിവസം മറ്റെവിടെ കാണാം. അതുവരെയും ബൈ.